റീസെന്റ് സ്റ്റഡീസ് പ്രകാരം ഇന്ത്യയിൽ 10-5 സ്ത്രീകൾ അനീമിക് ആണെന്നാണ് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ. ഇത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഡോക്ടേഴ്സ് എപ്പോഴും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് അയൺ സപ്ലിമെന്റ്സ് അഡ്വൈസ് ചെയ്യുന്നത്. പലപ്പോഴും വിളർച്ചയായിട്ടോ കോൺസെൻട്രേഷൻ കുറവോ ശ്വാസം മുട്ടലോ ടയർഡ്നെസ് ഹെയർ ഫോൾ ഇതൊക്കെ ആയിട്ടായിരിക്കും പുറമെ കാണുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് അയൺ റിച്ച് ഫുഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്കറികളാണ്, പ്രത്യേകിച്ച് മുരിങ്ങയിലയും ചീരയും. ഇതിലൊക്കെ ധാരാളം അയൺ കണ്ടന്റ്സ് ഉണ്ട്. ഇതുപോലെയുള്ള ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ഡയറ്റിൽ റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യണം. രണ്ടാമത്തത് നോൺ വെജ് സോഴ്സസ്, പ്രത്യേകിച്ച് റെഡ് മീറ്റ്, ലിവർ, അതുപോലെ ചിക്കൻ, എഗ്, ഫിഷിലൊക്കെ. മീനുകളിലാണെങ്കിൽ ചെറിയ മീനുകൾ, മത്തി, നത്തോലി, ഇതിലൊക്കെ ഒരുപാട് അയൺ കണ്ടന്റ്സ് ഉണ്ട്. എഗ് യോക്കും ഇതുപോലെയുള്ള ഒരു അയൺ റിച്ച് സോഴ്സ് ആണ്. മൂന്നാമത്തത് റാഗി, മില്ലറ്റ്സ്, അതുപോലെയുള്ള പയർവർഗ്ഗങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ അയൺ കണ്ടന്റ്സ് ഒരുപാടുണ്ട്, മാത്രമല്ല ഓവറോൾ ന്യൂട്രീഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് എത്രമാത്രം കഴിച്ചാലും അയൺ അബ്സോർപ്ഷന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നെല്ലിക്കയും ലെമൺ, ഓറഞ്ച് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഈ അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ചായയോ കാപ്പിയോ ഇമ്മീഡിയറ്റ്ലി കുടിക്കരുത്. കാരണം എന്താ വെച്ചാൽ ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഈ അയൺ അബ്സോർപ്ഷനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന ഒന്നാണ്.